ാണ്ടില്ലേ നമ്മളിവിടെയാണുള്ളത്. നല്ല എങ്ങനെയുണ്ട് സ്ഥലം? നിങ്ങളവിടെ സ്ഥലം വെണ്ണക്കോട് എന്നൊക്കെയാണ് ഇവിടെ ആള് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഈ നാട്ടിലെ ഈ ഒരു വ്യൂ പോയിന്റ് എല്ലാവരും കാണണം, എല്ലാവരും വരണം. അടിപൊളി പ്ലേസ് ആണ് അല്ലേ? ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ RRmedia യൂട്യൂബ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും RRmedia യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഔട്ട്ഡോറൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെ പോവുകയാണ്. നമ്മളെ തൊട്ടടുത്തുള്ള ഏലിയംപാറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാറമയിലേക്കാണ് പോകുന്നത്. ഇതാ ഞാനുണ്ട്, വൈഫുണ്ട്, കൂടെ എൻ്റെ മോളൂസ് ഉണ്ട്. ഇതാ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എൻ്റെ സുന്ദരി മോള് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ കൂടുതൽ പറയാം. അതുവരേക്കും അല്ലേ? നമുക്ക് പോകേണ്ട റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരിയുടെയും ഓമശ്ശേരിയുടെയും സെൻറ്ററായ കൂടത്തായി നിന്ന് 1/2 കിലോമീറ്റർ ഓമശ്ശേരി റൂട്ടിൽ പോയിട്ട് നമുക്ക് റൈറ്റ് കയറണം. റൈറ്റ് ആ റോഡ് പോകുന്നത് വെളിമണ്ണ, പുത്തൂര്, മാനൂരം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അതായത് ഓമശ്ശേരിയുടെയും കൊടുവള്ളിയുടെയൊക്കെ സെൻറ്ററായിട്ട് വരും ഈ പുത്തൂരും മാനൂരും. അപ്പോൾ നമുക്ക് പോകേണ്ടത് റൈറ്റ് പോയിട്ട് നേരെ ഒരു 2.5 കിലോമീറ്റർ പോയി വെളിമണ്ണ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ലെഫ്റ്റ് കയറി പോകണം. അതാണ് നമ്മുടെ റൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്. കുറേ ലോറികളും സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സുന്ദരമായിട്ടുള്ള ഒരു നാടാണ്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഷോപ്പ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇത് നമ്മളെ മോളെ ഫോട്ടോ ആണ്. അത് റുക്കു, ചെറിയൊരു റെഡിമെയ്ഡ് ഷോപ്പാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ആ ഒരു മല കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ലെഫ്റ്റ് പോവേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി. ഒരു 100 മീറ്റർ 200 മീറ്റർ ഉണ്ടാവും വെളിമണ്ണ എന്ന് പറഞ്ഞ ടൗണിലേക്ക്. അതിൻ്റെ മുമ്പ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ കയറി പോവാണ്. അടിപൊളി പ്ലേസ് ആട്ടോ. വിചാരിച്ചപ്പോഴുള്ള പ്ലേസ് ഒന്നുമല്ല, അടിപൊളി പ്ലേസ്. ഒന്നാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത്, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ വന്നതാണ് ഇവിടേക്ക്. പിന്നെ പറഞ്ഞു കേട്ടിട്ടാണ് അടിപൊളി വ്യൂ പോയിൻ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വരാനുള്ള കാരണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ കുഴങ്ങിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ലെഫ്റ്റ് ഇങ്ങനെ കയറിയിട്ടാണ് പോകുന്നത്. ഞാൻ എന്തായാലും ഒരു 2 കിലോ എന്തായാലും കുറയും. അതാരാ? എന്റെ ചുണ്ടരി റുക്കുമോളോ നിജു. അല്ല,
രസല്ലേ മോനെ? സംഭവം ഞാനേ പണ്ട് വന്നപ്പോ ഇത്ര കയറ്റല്ലോ, അന്ന് ഇത്ര തടിയില്ലല്ലോ. ഇപ്പോ ഇതാ ഒരുപാട് ആളുകൾ ഇതാ പോകുന്നുണ്ട്, ഞങ്ങളിതാ കയറുന്നുണ്ട്. ഹലോ ഏകദേശം ഞങ്ങള് ഹലോ ഏകദേശം ഞങ്ങളിപ്പോ പിന്നെ സംഭവം വിചാരിച്ചപ്പോഴല്ല, ചെറിയ കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. എന്നെപ്പോലുള്ള തടിയന്മാരൊന്നും കയറാൻ നിൽക്കണ്ട. അവസ്ഥ കണ്ടില്ലേ, ശ്വാസം കിട്ടിട്ട് വെള്ളം കുടിക്കാൻ. ഏകദേശം പകുതി ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഏകദേശം പകുതി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സുഖസുന്ദരമായിട്ടൊരു സിനിമയൊക്കെ ഇവിടെ നിർമ്മിക്കാം. അത്രയും നല്ല പ്രകൃതിയാണ് ഇവിടെ, നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ, അടിപൊളി. അപ്പൊ തീർച്ചയായിട്ടും വന്നോളിട്ടോ, കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ, നല്ല അടിപൊളി കാറ്റുണ്ട്. RRmedia അറിയോ? അടിപൊളിയാണോ? അടിപൊളിയാണോ? അപ്പൊ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും വന്നോളി, അടിപൊളി ഒരു പ്ലേസ് ആണ്, നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഓ ഒരുപാട് സ്റ്റേസ് ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി ഷോ ആണ്.
എനിക്ക് തോന്നുന്നു ആ കാണുന്നത് ഓമശ്ശേരി ആണെന്നോ സംശയമുണ്ട്. ഓമശ്ശേരി ആവാനാണ് ചാൻസ്. ഏകദേശം നാട് ഉറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഓക്കെ, ടോർച്ചൊക്കെ അടിച്ചിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. ഹായ്, എല്ലാം കൂടി ഞങ്ങള് സത്യം പറഞ്ഞാൽ കുഴങ്ങിട്ടോ. ഇങ്ങനൊക്കെ വിയർത്തിട്ട് കാലങ്ങൾ ഒരുപാടായി. ഇങ്ങനെ വിയർത്തൊഴിച്ചിട്ട് വാതിൽ ബേക്കിൽ വണ്ടി ഉണ്ട്. ഏതായാലും ഞങ്ങൾ ഇറങ്ങിയതാ വണ്ടിയിലെത്തി. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിളിച്ചിക്കണില്ലേ? അപ്പൊ നമ്മള് ഒരു വലിയൊരു ത്യാഗം ചെയ്ത് വരുമ്പോഴൊക്കെ ഉണ്ട്. വലിയൊരു പണിയൊക്കെ കഴിഞ്ഞ് വരിക. ഓവർ തടിയുള്ളവർക്കൊക്കെ ഒന്ന് ദിവസം 2 പ്രാവശ്യം കയറി, ഒറ്റ പ്രാവശ്യം കയറിയാൽ മതി.